ശാസ്ത്രവും ആത്മീയതയും കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഒരിക്കലും പൊരുത്തപ്പെടാത്ത അല്ലെങ്കിൽ എല്ലായ്പ്പോഴും വേറിട്ട് നിൽക്കുന്ന രണ്ട് വിഷയങ്ങളായിട്ടാണ് ശാസ്ത്രവും ആത്മീയതയും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരു വശത്ത് ശാസ്ത്രം എന്ന് പറയുമ്പോൾ സമവാക്യങ്ങളോട് അല്ലെങ്കിൽ ചില തത്വങ്ങളോട് കൂടി ചേർന്ന് ഭൗതിക യാഥാർത്ഥ്യങ്ങളെ അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തെ മനസ്സിലാക്കുകയും അതിൽ കൂടുതൽ പുരോഗതി കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ശാസ്ത്രത്തിൻ്റെ ബേസിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അത് ജനങ്ങൾ ആസ്വദിച്ചിരുന്നു, സന്തോഷിച്ചിരുന്നു. അതിൻ്റെ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മെച്ചങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു വശത്ത് ശാസ്ത്രം അങ്ങനെ, മറുവശത്ത് ആത്മീയമെന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില നിയമങ്ങളും അതിൻ്റേതായിട്ടുള്ള ചില നിഷ്ഠകളും അതിൻ്റേതായിട്ടുള്ള തത്വങ്ങളും അർത്ഥങ്ങളും ഒക്കെ കാണും. അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പേര് അങ്ങനെ ജീവിക്കുന്നവരും ഉണ്ടാവും. ഇത് രണ്ടും ഒരുമിച്ച് ചേരുക എന്നുള്ളത് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലക്രമേണ ശാസ്ത്രത്തെ മാത്രം ബേസായിട്ട് ആധാരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കാലക്രമേണ കുറച്ച് കഴിയുമ്പോൾ ആദ്യം സന്തോഷമൊക്കെ ഉണ്ടാവുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ സങ്കടങ്ങൾ വരാൻ തുടങ്ങും. മനസ്സിലൊരു ഭയം അല്ലെങ്കിൽ ഒരു ആശങ്ക, വയസ്സാകുമ്പോൾ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ, അത് നേരിടാൻ സാധിക്കാത്തൊരവസ്ഥ, ഇതൊക്കെ വരുമ്പോൾ ചിന്തിക്കാൻ തുടങ്ങുന്നു മനുഷ്യൻ. ശാസ്ത്രം കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ വന്നു തുടങ്ങി. അതേപോലെ തന്നെ ആധ്യാത്മികതയിൽ മാത്രം അല്ലെങ്കിൽ ആത്മീയതയിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് ജീവിക്കുന്നവർക്ക് ആദ്യമൊക്കെ മനസ്സിന് ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടും. പക്ഷെ അത് കഴിയുമ്പോൾ ഭൗതിക ജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവർക്കത് നേരിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. സോ ഇങ്ങനെ കുറേ കൊല്ലങ്ങളായിട്ട് തന്നെ ഇത് രണ്ടും പൊരുത്തപ്പെടാതെ ഒരു തരത്തിലും ബന്ധപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള രണ്ട് വിഷയങ്ങളായിട്ടാണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട്, അതായത് എനിക്ക് ഒരു 40-50 കൊല്ലം ആയിട്ട് തന്നെ ഈ ശാസ്ത്രത്തിൽ തന്നെ ഒരു പുതിയ രീതി, ശാസ്ത്രത്തിൻ്റെ ഒരു പുതിയ ഭാഗം തന്നെ കണ്ടുപിടിക്കപ്പെട്ടു. ക്വാണ്ടം സയൻസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ ശാസ്ത്രജ്ഞന്മാർ കണ്ടു. അത് പുരോഗമിച്ച് വരും തോറും എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. കാരണം അപ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധ്യാത്മിക ജീവിതത്തിനും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതത്തിനും ഇത് രണ്ടിനും വന്ന് കൂടുതൽ പുരോഗതി ലഭിക്കാനും അതിനെ കൂടുതൽ ബലപ്പെടുത്താനും ഒക്കെ ഇത് രണ്ടും സമന്വയിച്ച് കൊണ്ടുപോയിട്ടുള്ള ഒരു ജീവിത രീതിയായിരിക്കും നമുക്ക് പ്രയോജനപ്രദമെന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങി. ശാസ്ത്രജ്ഞന്മാർ അവരുടെ കണ്ടുപിടുത്തങ്ങൾ കൂടുതൽ കണ്ടുപിടിക്കും തോറും അത് ആധ്യാത്മികതയോട് അടുത്ത് വരികയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആധ്യാത്മികതയിൽ ശാസ്ത്രജ്ഞന്മാർ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ശാസ്ത്രത്തിൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കും തോറും അത് ആധ്യാത്മികതയിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ. ഇത് രണ്ടും മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആധ്യാത്മികത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിക്കുന്നവരാണെങ്കിലും ശരി, ഭൗതിക ജീവിതത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിക്കുന്നവരാണെങ്കിലും ശരി, രണ്ടുപേർക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അപ്പം അങ്ങനെ വരുമ്പോൾ അതിന് പ്രധാനമായിട്ട് അങ്ങനെ ആ ഒരു ശാസ്ത്രം ഇതിൻ്റെ ഒരു കണ്ണിയായി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാണ്ടം സയൻസ് വന്ന ശേഷമാണ്. അതുകൊണ്ട് ക്വാണ്ടം സയൻസിനെ കുറിച്ച് കുറച്ച് നമ്മൾ സംസാരിച്ചിട്ട് അതിനുശേഷം ആധ്യാത്മികതയിലേക്കും കടന്ന് ഇതെങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, സാധാരണ ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും ഇതെങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. ക്വാണ്ടം സയൻസിൽ പ്രധാനമായിട്ട് 3-4 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ക്വാണ്ടം ഫീൽഡ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതേമാതിരി ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. പിന്നെ ഒബ്സർവർ എഫക്റ്റ് എന്ന് പറഞ്ഞ വേറൊരു പ്രതിഭാസമുണ്ട്. ഇല്യൂഷൻ ഓഫ് ടൈം. ഈ 4 കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറേയൊക്കെ അത് ആധ്യാത്മികതയിലേക്ക് കടന്നു കയറുകയാണ് നമ്മുടെ ജീവിതത്തിൽ അത് വളരെ പ്രയോജനപ്രദമാകുമോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ക്വാണ്ടം ഫീൽഡ് എന്ന് പറയുന്നത് ഇന്ന് ശാസ്ത്രജ്ഞനെ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്വാണ്ടം ഫീൽഡ് ഉണ്ട്. അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ്. ആ ഫീൽഡ് ഇല്ലാത്ത ഒരു സ്ഥലവും ഈ ബ്രഹ്മാണ്ടത്തിലില്ല. എല്ലാ മുക്കിലും മൂലയിലും ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഓരോ ആറ്റത്തിൻ്റെ ഉള്ളിലും ഓരോ വസ്തുവിൻ്റെ ഉള്ളിലും ഈ ക്വാണ്ടം ഫീൽഡുണ്ട്. ക്വാണ്ടം ഫീൽഡ് എന്ന് പറയുന്നത് അതൊരു ആ ഫീൽഡിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഊർജം, സാധ്യതകൾ, അറിവ്, ബോധം, ഇത് മൂന്നും അതിനകത്തുണ്ട്. ബോധമുണ്ട്, ഊർജമുണ്ട്,
ആൻഡ് ഇതിന് വേണ്ട ശക്തി തരുന്ന ഒന്നാണ്. ഇൻഫർമേഷൻ ഉണ്ട്, കൂടാതെ സാധ്യതകൾ, ഇതെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫീൽഡാണിത്. അപ്പോൾ ഈ സാധ്യതകളിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈ ബ്രഹ്മാണ്ടത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, ഈ എനർജി ഫീൽഡ് ഉറച്ചു കഴിയുമ്പോൾ, ഫ്രീസ് ചെയ്യുന്ന സമയത്താണ് അത് വസ്തുവായിട്ട് മാറുന്നതും ഈ ബ്രഹ്മാണ്ടത്തിലുള്ള പദാർത്ഥങ്ങളൊക്കെ ആയിട്ട് മാറുന്നതും അങ്ങനെയാണത് മാറി വരുന്നത്. ഈ ഫീൽഡുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് എപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. ഫീൽഡുമായിട്ടുള്ള കണക്ഷനിലാണ് ഈ ബ്രഹ്മാണ്ടം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ വേറൊന്നും ഇതിനകത്ത് സാധ്യതകളില്ല. അതിൽ നിന്ന് വരുന്നതാണ്, അത് പ്രവർത്തിപ്പിക്കുന്നതാണ് ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന മുഴുവൻ ഇതിനകത്തുള്ളതൊക്കെ. ഇതൊരു വശത്ത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ആധ്യാത്മികത കടന്നു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാസ്ത്ര സത്യങ്ങൾ നമ്മൾ കൂടുതൽ വിശദീകരിക്കുമ്പോൾ, കൂടുതൽ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശാസ്ത്രത്തിൽ പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശദീകരണങ്ങൾ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന്, നമ്മൾ വേദത്തിലും പുരാണങ്ങളിലും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളൊരു സംഗതിയുണ്ട്. എന്നുവെച്ചാൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഈ മൂന്നാണ് വാസ്തവത്തിൽ ബ്രഹ്മാണ്ടത്തിൽ നടക്കുന്ന എല്ലാ പ്രക്രിയകളുടെയും പിന്നിലുള്ളത്. ഇത് മൂന്നാണ്. ഒന്ന് സൃഷ്ടി, രണ്ടാമത് സ്ഥിതി, മൂന്നാമത് സംഹാരം. അതായത് ഒരു സംഗതി, ഒരു വസ്തു ഉണ്ടാക്കപ്പെടുന്നു, അത് മാനേജ് ചെയ്യപ്പെടുന്നു, അതിനെ പരിപാലിച്ചു കൊണ്ടുപോകുന്നു, ആൻഡ് സംഹാരമായിട്ട് നശിച്ചു പോകുന്നു. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ദൈവങ്ങളുടെ ഇതുപോലെ രൂപങ്ങൾ പോലും നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, മഹാവിഷ്ണു സ്ഥിതി പരിചരിച്ചു കൊണ്ടുപോകുന്നു, പരിരക്ഷിച്ചു കൊണ്ടുപോകുന്നു, ശിവൻ സംഹാരത്തിൻ്റെ പ്രതീകമായിട്ട് മാറുന്നു. ഇങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. സയൻസിൽ അതേപോലെ തന്നെ അവർ പറയണത് എൻട്രോപ്പി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് സയൻസിൽ. എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെർമോഡൈനാമിക്സിലുള്ള ഒരു സംഗതിയാണ്, ഒരു പ്രിൻസിപ്പിളാണിത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എൻട്രോപ്പി ഈസ് ദി മെഷർ ഓഫ് ഡിസോർഡർ ഇൻ എനി സിസ്റ്റം എന്നാണ് പറയണത്. അതായത് ഈ ലോകത്തുള്ള എല്ലാ സംഗതികളും തന്നെ വാസ്തവത്തിൽ ഓരോരോ സിസ്റ്റംസാണ്, ഓരോരോ ഘടനകളാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഈ മൂന്ന് അവസ്ഥ ഉണ്ടെന്നാണ് പറയണേ. ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിക്കപ്പെടും, അതിനുശേഷം അത് മെയിൻറ്റെയിൻ ചെയ്യും, അതിനുശേഷം അത് കാലക്രമേണ നശിച്ചു പോകും. അപ്പോൾ ഈ ഏതൊരു സിസ്റ്റം എടുത്ത് നോക്കിയാലും അതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോർഡർ, അതായത് നശിക്കാൻ പോകുന്നതിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മാനദണ്ഡമാണ് വാസ്തവത്തിൽ എൻട്രോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാ സിസ്റ്റങ്ങൾക്കും ഉണ്ട്. ഈ സിസ്റ്റം ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ആകട്ടെ, ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ആകട്ടെ, ഒരു ശരീരഘടനയാകട്ടെ, ഒരു ഓർഗനൈസേഷൻ ആകട്ടെ, എല്ലാത്തിലും ഈ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ഉണ്ടാക്കുന്നത്. ആ സിസ്റ്റത്തിനെല്ലാം ബാധകമാണ് ഈ പറഞ്ഞ മൂന്ന് സംഗതികളും. അപ്പോൾ എന്ന് പറഞ്ഞാൽ സിസ്റ്റം എന്ന് പറയണത് നമ്മുടെ എന്താ പറയുക, ഭൗതികമായിട്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല സിസ്റ്റം എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് അതൊരു സിസ്റ്റമാണ്. പിന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് സിസ്റ്റംസ്, ഏതൊരു സംഗതി എടുത്താലും ഈ സിസ്റ്റത്തിൻ്റെ ബേസിസിലായിരിക്കും അത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലൊക്കെ ഈ പറഞ്ഞ സംഗതികൾ, ഈ മൂന്നും സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുന്നത് മൂന്നും ഇതിനകത്തുണ്ടാവും. അപ്പോൾ ഇതൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ആധ്യാത്മികതയിലൊക്കെ കൂടുതൽ നമ്മൾ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂന്ന് അവസ്ഥകളില്ലാത്ത ഒന്നും തന്നെ ഈ ലോകത്തിലില്ല. ഏതൊരു സിസ്റ്റം എടുത്തു നോക്കിയാലും, എന്തെടുത്ത് നോക്കിയാലും അതിൽ ഈ മൂന്ന് അവസ്ഥകളുണ്ടാവും. ഈ മൂന്ന് അവസ്ഥകൾ വാസ്തവത്തിൽ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ക്വാണ്ടം ഫീൽഡിലും ഉണ്ട്. ഈ ക്വാണ്ടം ഫീൽഡിലാണ് അതുള്ളത്. വാസ്തവത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ സാധ്യതകളും സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ സാധ്യതകളും സംഹരിക്കുന്നതിൻ്റെ സാധ്യതകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ക്വാണ്ടം ഫീൽഡ് എന്ന് പറയണത്. ഇത് ഒരു പുതിയ കണ്ടുപിടുത്തമായിരുന്നു. ഇത് എല്ലാവർക്കും എന്താ പറയുക, അത്ഭുതകരമായിട്ടൊരു സംഗതിയായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ക്വാണ്ടം ഫീൽഡിൽ ഈ പറഞ്ഞ സാധ്യതകളുള്ളപ്പോൾ ആ സാധ്യതകൾ നമ്മൾ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ആലോചിക്കേണ്ടത്. എങ്ങനെ ഇത്രയും സാധ്യതകളും കാര്യങ്ങളും, അപ്പോൾ അവർ പറയണത് എല്ലാത്തിൻ്റെയും സാധ്യതകൾ അവിടെയുണ്ട്. നമ്മൾ എന്തൊക്കെ വിചാരിക്കുന്നു അതൊക്കെ നമുക്ക് നടപ്പാക്കാനുള്ള സാധ്യതകൾ അവിടെയാണ് ഉള്ളത്. ആ സാധ്യതകളും വെച്ചുകൊണ്ട് അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ഉള്ളിലും പുറത്തും, ഭൂലോകം മുഴുവനും ബ്രഹ്മാണ്ടം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീൽഡായിട്ടാണ് ഇത് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ ഫീൽഡുമായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും, അവിടെയാണ് അതിൻ്റെ സംഗതി. അപ്പോൾ ആ സാധ്യത അവിടെ ഉണ്ട്, റെഡി ആയിട്ടിരിക്കുകയാണത്. നമ്മൾ എങ്ങനെ അതിനോട് കണക്ട് ചെയ്ത് ആ സാധ്യതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. അപ്പോൾ ഇത് വളരെ ഒരു രസകരമായിട്ടുള്ളൊരു ഫീൽഡാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കും തോറും, കൂടുതൽ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കും തോറും നമ്മളെ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് വരും.
ജീവിതം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാന്നുള്ള നിലയ്ക്ക് ഒരു കോൺഫിഡൻസും ഇതൊക്കെ നമുക്ക് വരുന്ന ഒരു സംഗതിയാണ് ഈ നോളജ് എന്ന് പറയുന്നത്. സയൻസും ശരി ആധ്യാത്മികതയും ശരി രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ശക്തിയും അതിൻ്റേതായിട്ടുള്ള ഒരു ഊർജ്ജവും അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാവും, നമ്മുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ എനർജി എന്നുള്ളത് ഒരു വശത്ത് നമ്മൾ സയൻസിൻ്റെ ഭാഗം കണ്ടു, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീൽഡാണ്, എനർജിയാണ് അതിനകത്തുള്ളത്, സാധ്യതകളാണ് അതിനകത്തുള്ളത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഒരു വശത്ത് നമ്മുടെ ആധ്യാത്മിക ലിറ്ററേച്ചറിൽ നോക്കുകയാണെങ്കിൽ, സ്പിരിച്വൽ ലിറ്ററേച്ചറിൽ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ, ഹാർട്ട്ഫുൾനെസ്സിൽ തന്നെ ബാബുജി മഹാരാജ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൃഷ്ടി ആരംഭിക്കുന്നത് തന്നെ ആ സെൻറ്റർ എന്ന് പറയുന്ന, സെൻറ്റർ എന്ന് നമ്മൾ പറയുന്നതിന് സയൻസിൽ ഒരു സിംഗുലാരിറ്റി എന്ന് പറയും. ഈ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് എന്നുള്ളതല്ല ഈ സെൻറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് ഒരവസ്ഥയാണിത്. അല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി നമ്മൾ ഇവിടെ ഇരിക്കുന്നു, ദൂരത്ത് എവിടെ ഒരു പോയിൻ്റാണ് സെൻറ്റർ അല്ലെങ്കിൽ ഒരു പോയിൻ്റാണ് സിംഗുലാരിറ്റി എന്നുള്ള നിലയ്ക്കല്ല ഇത്. ഒരു അവസ്ഥാവിശേഷമാണിത്. ആ അവസ്ഥാവിശേഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന വൈബ്രേഷനുള്ളൊരു അവസ്ഥയാണിത്. പിന്നെ അതിനകത്തുള്ളത് നിശ്ചലതയാണ്, ഒരു മൂവ്മെൻറ്റും ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് നത്തിങ്നെസ് ആണ്, അതിനകത്തൊന്നുമില്ല. ഇതൊന്നും. അപ്പോൾ ഈ ഒരു അവസ്ഥ, ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ ജീവിച്ചുകൊണ്ട്, ഭൗതിക ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു സംഗതി, ഈ ഒരു കോൺസെപ്റ്റ് തന്നെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അതെങ്ങനെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ഇല്ലേ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ അവസ്ഥയുടെ ഒരു എന്താ പറയുക, അവസ്ഥയെ നമ്മൾ വിശദീകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു വാക്കാണ് ഈ പോയിന്റ് എന്ന് പറയുന്നത്, സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ബാബുജി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ആ ചലനം സൃഷ്ടിച്ച ശേഷം, സ്റ്റർ എന്നുള്ളത് സൃഷ്ടിച്ച ശേഷം ബ്രഹ്മാണ്ടം ഉണ്ടാകുകയാണ്. ഉണ്ടായിക്കഴിയുമ്പോൾ ആദ്യം വരുന്നത് ആ സെൻട്രൽ റീജിയൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മൈൻഡ് റീജിയനാണ്. ബാബുജിയുടെ ഇത് തന്നെ മൈൻഡ് റീജിയനിൽ തന്നെ അദ്ദേഹം പറയണത്, ഇറ്റ് ഈസ് എ റിപ്പോസിറ്ററി ഓഫ് ഇമ്മൻസ് എനർജി, ഇറ്റ്സ് എ സ്റ്റോർ ഹൗസ് ഓഫ് ഇമ്മൻസ് എനർജി. അതായത് ഒരു സംഭരണശാല മാതിരിയാണ്, ഊർജ്ജത്തിൻ്റെ ഒരു സംഭരണശാലയാണ്, ഊർജ്ജത്തിൻ്റെ ഒരു ശേഖരമാണ് മൈൻഡ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈൻഡ്, അത് തന്നെയാണ് നമ്മൾ ക്വാണ്ടം ഫീൽഡ് എന്ന് പറയുന്നത്. ക്വാണ്ടം ഫീൽഡ് എന്ന് പറയുന്നത് ഈ എനർജിയുടെ ഒരു ഫീൽഡാണ്. ബാബുജി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മൈൻഡ് റീജിയൻ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതിന് വേറൊരു വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ നിശ്ചലതയിൽ നിന്ന്, ഈ സെൻറ്ററിൽ നിന്ന് ചലനം കൊണ്ട് ഉണ്ടാകുന്ന ബ്രഹ്മാണ്ടത്തിൽ ആദ്യം ഉണ്ടാകുന്നത് ഈ മൈൻഡ് റീജിയനാണ്. ആ മൈൻഡ് റീജിയൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഉള്ളിലുള്ള മനസ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് നിശ്ചലതയിൽ നിന്ന് ചലനമായിട്ട് മാറിക്കഴിഞ്ഞ ശേഷം, ബ്രഹ്മാണ്ടം ഉണ്ടായിക്കഴിഞ്ഞ ശേഷം അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നതാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഈ മനസ്സ് സൃഷ്ടിക്കപ്പെടുന്നത് ആദ്യത്തെ ചലനം അനുസരിച്ചാണ്. ആ ആദ്യത്തെ ചലനത്തിൻ്റെ മനസ്സും എനർജിയും എല്ലാം കൂടെ ചേർന്നാണ് ക്വാണ്ടം ഫീൽഡ് എന്ന് പറയുന്നത്, ഗോഡ്ലി മൈൻഡ്. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ അതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇതിൽ വേറൊരു വശം ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് ഒന്നുകൂടെ പറയാം. അപ്പോൾ ഇത് വേറൊരു തരത്തിൽ നമുക്ക് ഇതിനെ കൂടുതൽ നമുക്ക് വിവരിക്കാൻ പറ്റും. ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത് ക്വാണ്ടം സയൻസിൽ, നമ്മൾ ഏതൊരു വസ്തു, ഏതൊരു ചെറിയ പാർട്ടിക്കിൾ എടുത്താലും ശരി, ഒരു ഉദാഹരണത്തിന് ഒരു ഇലക്ട്രോൺ, അത് എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട്, അത് ഒന്നിച്ചിരിക്കുന്ന ഒരു സംഗതി രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിനെ മാറ്റി വെച്ചാൽ, അത് എത്ര ദൂരത്ത് നമ്മൾ എവിടെ കൊണ്ടുവച്ചാലും ഒരു പാർട്ടിക്കിളിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മറ്റത് റിയാക്ട് ചെയ്യും. ഇത് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന മാതിരിയാണ്. അവർ പറയണത് ബ്രഹ്മാണ്ടത്തിൻ്റെ മറ്റൊരറ്റത്ത് ഒരെണ്ണം കൊണ്ടുവച്ചാലും ഇത് ടച്ച് ചെയ്താൽ മറ്റിടത്ത് അതിൻ്റെ റിയാക്ഷൻ വരും. എന്ന് വെച്ചാൽ അത് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒരിക്കൽ ബന്ധപ്പെട്ട വസ്തുക്കൾ എല്ലായ്പ്പോഴും ബന്ധത്തിലേ ഇരിക്കുള്ളൂ എന്നുള്ളതാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുന്നത് ഇതിൽ. അപ്പോൾ അതിൻ്റെ വേറൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ഈ സ്പേസ് ടൈം ഇതൊന്നും ബാധകമല്ല. ഇത്ര സമയമാകും അവിടെ ചെല്ലാൻ, അല്ലെങ്കിൽ ഇന്ന സ്പേസ് കടന്നു പോകണമെന്നൊന്നുമില്ല. അതൊന്നും ഇല്ലാത്ത മാതിരി ഒരു അവസ്ഥയിലാണ് അത് പ്രതികരിക്കുക. ടൈം ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു അറ്റം എന്ന് പറയുമ്പോൾ എന്തുമാത്രം ദൂരെയായിരിക്കും മറ്റേ വസ്തു ഉണ്ടാവുക, എന്തുമാത്രം സമയം അത് എടുക്കണം, എന്തുമാത്രം ഡിസ്റ്റൻസ് അത് കവർ ചെയ്യണം, അതൊന്നും അതിന് ബാധകമല്ല. ഇവിടെ ടച്ച് ചെയ്ത അവർ പറയണത്, അത്ഭുതത്തോടുകൂടി ശാസ്ത്രജ്ഞർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ടച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യുന്നതിന് മുമ്പേ അവിടെ റിയാക്ഷൻ വരും. അത്ര ഫാസ്റ്റാണെന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മുഴുവൻ ഒന്നോടൊന്ന് ചേർന്നിരിക്കുകയാണ്. അല്ലാണ്ട് ഇതൊന്നും സെപ്പറേറ്റ് അല്ല. ഈ ബ്രഹ്മാണ്ടത്തിലുള്ള ഒന്നും തന്നെ സെപ്പറേറ്റ് അല്ല. അതെല്ലാം കണക്റ്റഡ് ആണ് ഈ ഫീൽഡ് വഴിക്ക് എന്നാണ് പറയണത്. യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്ന ആധ്യാത്മികതയിൽ പറയുന്ന സംഗതി അതാണ്. ഇതെല്ലാം ഒരുമിച്ചായിരിക്കണേ, ഒന്നും വേറിട്ട സംഗതികളല്ല. വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത്, ഒറ്റപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രതിബന്ധമാണ്, അല്ലെങ്കിൽ ഒരു
ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ചിരിക്കുന്നതാണ്, അങ്ങനെ നമ്മൾ വേറിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല, കണക്റ്റഡ് ആണ്, ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണെന്നാണ് ശാസ്ത്രം പറഞ്ഞു തുടങ്ങുന്നത്. ഇപ്പോൾ ആധ്യാത്മികതയിൽ അത് എന്നോ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഒന്നാണ്, ഈശ്വരിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്, മനുഷ്യരെല്ലാവരും ഒന്നാണ്. ആ ഒരു ധാരണയോട് കൂടി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നുള്ളത് ആധ്യാത്മികതയിൽ കാലങ്ങളായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്ന സംഗതിയാണ്. പക്ഷെ അന്നൊന്നും ശാസ്ത്രത്തിൽ അത് വിശ്വസിച്ചിരുന്നില്ല. ഇന്ന് ശാസ്ത്രത്തിൻ്റെ രീതിയിൽ തന്നെ അവർ ഗവേഷണങ്ങൾ നടത്തി, എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തി, പരീക്ഷണങ്ങൾ നടത്തി അത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സൃഷ്ടി തുടങ്ങണ സമയത്ത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബിഗ് ബാങ് കൊണ്ടാണല്ലോ ഉണ്ടായിരിക്കണത്. അപ്പോൾ ഈ ബിഗ് ബാങ്ങിൻ്റെ സമയത്ത്, തുടങ്ങണ സമയത്ത് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ തന്നെ ഒരു ടെന്നീസ് ബോളിൻ്റെ സൈസേ ഉള്ളൂ എന്നാണ് പറയണേ. ഹ്യൂജ് ടെമ്പറേച്ചർ, നമുക്ക് എന്താ പറയുക, മനസ്സിൽ അളക്കാൻ പറ്റാത്ത തരത്തിലുള്ള ടെമ്പറേച്ചർ ഉണ്ട് അതിന്. ഒരു ടെന്നീസ് ബോളിൻ്റെ സൈസേ ഉള്ളൂ. അതിൽ നിന്ന് പൊട്ടി ചിതറി പുറത്ത് വന്നതാണ് ഈ കാണുന്ന ബ്രഹ്മാണ്ടം മുഴുവൻ. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഭൂമിയിലുള്ള പർവ്വതങ്ങളും നദികളും എല്ലാം, ഇതെല്ലാം തന്നെ ആ ഒരു ചെറിയ ടെന്നീസ് ബോളിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് അനുസരിച്ച് ശാസ്ത്രം പറയണത് എന്താ, ഒരിക്കൽ ടച്ച് ചെയ്തുകൊണ്ടിരുന്ന വസ്തുക്കൾ ഇപ്പോൾ എങ്ങനെ എവിടെയൊക്കെ ചെതറിപ്പോയാലും അത് ഇൻ്റർ കണക്റ്റഡ് ആണ്, ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുകയാണ്, അവർ തമ്മിലുള്ള ബന്ധങ്ങളുണ്ട് എന്നാ പറയണേ. അപ്പം ആധ്യാത്മികതയിൽ പറയണ കാര്യമാണ് ഇപ്പോൾ ഇന്ന് ശാസ്ത്രം പറയണത്. ഫിസിക്കലായിട്ട് അവർ കണ്ട് മനസ്സിലാക്കിയിരിക്കുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ പറയണ കാര്യങ്ങളൊക്കെ ശരിയാണ്, അത് അങ്ങനെ തന്നെയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ആധ്യാത്മികതയിൽ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മുടെ മാസ്റ്റേഴ്സോ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മളത് മാസ്റ്റർ പറയണോണ്ട് വിശ്വസിക്കുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ ബോധം ഉറക്കണില്ല, കാരണം നമുക്കത് അനുഭവമില്ല, അല്ലെങ്കിൽ ശാസ്ത്രം അത് പറയണില്ല, ശാസ്ത്രം പറയണത് വേറൊന്നാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വിശ്വാസക്കുറവ് വരും ഇതിൽ. പക്ഷെ ശാസ്ത്രം കൂടി അത് പറയുന്ന സമയത്ത് നമ്മളത് മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലും നമ്മളത് കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അനുഭവവേദ്യമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അതാണ് ഇതിൻ്റെ ഒരു അത്ഭുതം. ഇതിൻ്റെ ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശാസ്ത്രം കൂടെ ചേരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശാസ്ത്രത്തിൻ്റെ ബേസിസിൽ നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളും ആധ്യാത്മികതയിൽ നമ്മൾ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളും എല്ലാം ഒന്നാകണ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉത്ഭവിക്കുന്ന ഒരു ഊർജ്ജം, നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു കോൺഫിഡൻസ്, അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ നമുക്ക് സാധ്യതയുണ്ട്. ഇതിൻ്റെ ഇതൊന്ന് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്. വേറൊന്ന് ഒബ്സർവർ എഫക്റ്റ് പറഞ്ഞു. ഞാൻ ഒബ്സർവർ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ശാസ്ത്ര രീതിയിൽ നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിൽ തന്നെ മാസ്റ്ററുടെ ഒരു മെസ്സേജിൽ ഈ ഇതിൻ്റെ ഒരു ഒബ്സർവർ എഫക്റ്റിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യം പറയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറയാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു 2 സ്ക്രീൻ വെച്ചിരിക്കുകയാണ്. ആ സ്ക്രീനിൽ 2 സ്ലിറ്റ് ഉണ്ട്, 2 ഓട്ടകൾ നീളത്തിൽ. അതിലേക്ക് ഇലക്ട്രോൺസ് അയക്കുകയാണ്. ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ ബൊമ്പാഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് വന്നിട്ട് പാർട്ടിക്കിളാണത്, ഒരു വസ്തുവാണത്. ആ വസ്തു എന്തെന്ന് വെച്ചാൽ, അത് ഒരെണ്ണം ഇതിൽ കൂടെ പോകാം, ഒരെണ്ണം മറ്റേതിൽ കൂടെ പോകാം, അങ്ങനെ മാറി മാറി ഈ 2 ഓട്ടകളിൽ കൂടി അത് അപ്പുറത്തേക്ക് പോയി അപ്പുറത്തൊരു ഡിറ്റക്റ്റിംഗ് സ്ക്രീൻ വെച്ചിരിക്കുകയാണ്. ഇത് ചെന്ന് പതിക്കുന്നിടത്ത് അതിൻ്റെ ഇംപ്രഷൻ വീഴുന്ന മാതിരി. അപ്പോൾ ഈ പാർട്ടിക്കിളായിട്ട് ഇത് പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്ലിറ്റിൽ കൂടെ ഒരെണ്ണം പോകും, മറ്റേ കൂടെ വേറെ ഒരെണ്ണം പോകും. അങ്ങനെ നോക്കുമ്പോൾ ആ സ്ക്രീനിൽ വരുന്നത് 2 വെർട്ടിക്കൽ ലൈൻസാണ്, കാരണം പാർട്ടിക്കിളായിട്ട് പോണ സമയത്ത്. പക്ഷെ ഇവർക്ക് അത്ഭുതമായിട്ട് ഇവർക്ക് തോന്നിയൊരു സംഗതി കണ്ടുപിടിച്ച ശേഷം ഈ ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ കൺക്ലൂഷനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് പാർട്ടിക്കിളായിട്ട് പോകുള്ളൂ. ശ്രദ്ധിക്കാത്ത സമയത്ത് ഇത് പോകുന്നത് വേവ്സ് ആയിട്ടാണ്. വേവ്സ് ആയിട്ട് പോകുമ്പോൾ എന്താ സംഗതി വെച്ചാൽ, ഒരു വേവ് 2 സ്ലിറ്റ് വെച്ചാൽ ആ 2 സ്ലിറ്റിൽ കൂടെ ഒരേ ടൈമിൽ ഈ വേവ് പോകും. അപ്പോൾ മറ്റത് ഇലക്ട്രോണായിട്ട് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് ഒരു സ്ലിറ്റിൽ കൂടെ പോകുള്ളൂ. പക്ഷെ വേവായിട്ട് മാറുമ്പോൾ ആ ഒരു ഇലക്ട്രോൺ തന്നെ തിരകളായിട്ട് പോകുന്ന സമയത്ത് 2 കൂടെ ഒരുമിച്ച് കിടക്കും. ഈ 2 കൂടെ ഒരുമിച്ച് കിടക്കുമ്പോൾ നമ്മളിപ്പോൾ കുളത്തിലൊക്കെ നമ്മൾ കല്ലിട്ട് കഴിഞ്ഞാൽ ഈ ഓളങ്ങൾ വരില്ലേ, ആ ഓളങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് പറയും. അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ആ സ്ക്രീനിൽ വരിക. ഒരുപാട് വെർട്ടിക്കൽ ലൈൻസ് ആ സ്ക്രീനിൽ വരും. അപ്പം അതിൽ നിന്ന് അവർ മനസ്സിലാക്കിയ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളായിട്ട് മാറുന്നത് നമ്മൾ നിരീക്ഷകരായിട്ട് മാറുമ്പോഴാണ്. ഒരാൾ നിരീക്ഷിക്കുമ്പോഴാണ് ആ വസ്തുവായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അത് തരംഗമാണ്, വേവാണ്. അതാണ് ഈ ഒബ്സർവർ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന സംഗതികൾ മുഴുവൻ മനുഷ്യരുടെ നിരീക്ഷണത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ മനുഷ്യരുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ നിരീക്ഷണത്തിൽ കൂടെ സംഭവിച്ച സംഗതിയാണ്. അപ്പോൾ ഈ നിരീക്ഷണം എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു ശക്തിയുണ്ട്, ഈ ഫീൽഡിലുള്ള ഊർജ്ജമുണ്ട്. ഈ ഫീൽഡിൽ തരംഗമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ മുഴുവൻ
വസ്തുവായിട്ട് മാറണത് നമ്മുടെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ഉള്ളിൽ നിന്ന് പോകുന്ന നിരീക്ഷണത്തിൻ്റെ എനർജിയും കൂടെ ചേരുമ്പോൾ വസ്തുവായിട്ട് മാറുകയാണ്. അങ്ങനെയാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഇന്ന് ശാസ്ത്രം അംഗീകരിച്ചൊരു സംഗതിയാണ്. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, വല്ലാത്തൊരു പ്രതിഭാസമാണ്. ഇതിങ്ങനെ ഒരു കണ്ടുപിടുത്തം വരിക എന്ന് പറയണതും അത് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളുടെയും ഒരു വാസ്തവാവസ്ഥ എന്താണെന്നുള്ളത് മാറിപ്പോകും. കാരണം ഇത് മുഴുവൻ അപ്പോൾ നമ്മുടെ ഒരു പാർട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെയ്ക്കും നമ്മൾ വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ ഈ ബ്രഹ്മാണ്ടത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമി വേറെ, ഇതിലുള്ള സൃഷ്ടികൾ വേറെ, നമ്മൾ വേറെ, നമ്മൾ തനിയെ ഒരാളായിട്ട് നിൽക്കുകയാണ് ഇതിൽ. അങ്ങനെയല്ല എന്നാണ് പറയണേ. നമ്മളങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതിയല്ല ഈ ഭൂമിയിലോ ബ്രഹ്മാണ്ടത്തിലോ. നമ്മൾ പാർട്ടിസിപ്പൻ്റാണ്, പങ്കാളികളാണ്. ഇതിൻ്റെ സൃഷ്ടിയിൽ നമ്മൾ പങ്കാളികളാണെന്നാണ് പറയണത്. നമ്മൾ കൂടെ പങ്കാളിയാകുമ്പോഴാണ് ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന ഈ വസ്തുക്കളും കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് തന്നെ. നമ്മുടെ പാർട്ടിസിപ്പേഷനും കൂടെ ചേരുമ്പോഴാണ് ഇത് നടക്കണത് എന്നുള്ളത് ഇന്ന് ശാസ്ത്രം അംഗീകരിച്ചൊരു സംഗതിയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ജീവിതം നോക്കുന്ന സമയത്ത് നമുക്ക് സൃഷ്ടിക്കാവുന്നതാണ് ജീവിതം എന്നാണ്. നമുക്ക് എന്ത് വേണോ എങ്ങനെ വേണോ എന്നുള്ളത് നമ്മളെ കൊണ്ട് സൃഷ്ടിക്കാൻ പറ്റും. എങ്ങനെ? കാരണം ഈ ഫീൽഡ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ ഉള്ളിലും പുറത്തും. നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിലെല്ലാ സാധ്യതകളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതിലെല്ലാ ഊർജം ഉണ്ടെന്ന് പറഞ്ഞു, എല്ലാ ബോധം അതിലാണ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇതെല്ലാം നമ്മുടെ മുമ്പിലും കയ്യിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നമുക്ക് നമ്മൾ വേണ്ട രീതിയിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കൊരു ജീവിതം നമുക്ക് ഘടിപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരികയാണ്. അവിടെയാണ് നമുക്ക് ഈ ആധ്യാത്മികതയും സയൻസും കൂടെ ചേരുന്ന സമയത്ത്, ശാസ്ത്രം കൂടെ ചേരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകാൻ പറ്റുന്ന മാറ്റങ്ങളുടെ ഒരു സംഗതി കിട്ടുന്നത് അവിടെയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറയണത്, നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സാധിക്കണം, ജീവിതത്തിൽ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും, സന്തോഷമായിട്ട് ജീവിക്കണമെന്നുണ്ടാവും, ഇന്ന കാര്യങ്ങൾ വേണമെന്നുണ്ടാവും, നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ടാവും, അതിനുവേണ്ടി നമ്മൾ അഫർമേഷൻസ് ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യും, ഇത് വേണം, എനിക്ക് അങ്ങനെ വേണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇത് മിക്കവാറും പേര് സംഭവിക്കാറില്ല, ചിലർക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ഈ ചിലർക്ക് സംഭവിക്കുന്നത്, ചിലർക്ക് സംഭവിക്കാതിരിക്കുന്നത്? ഭൂരിഭാഗം പേർക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? പക്ഷെ നിങ്ങൾ പറയണത്, ശാസ്ത്രം പറയണത് ശരി, ആധ്യാത്മികത പറയണത് ശരി. ആധ്യാത്മികത പറയണത് ഈശ്വരൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും, എല്ലാം സർവ്വശക്തനാണ്, എല്ലാം നമുക്ക് എന്താ പറയുക, നമുക്ക് നൽകാൻ ശേഷിയുള്ളതാണ് ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ അപേക്ഷിക്കുന്നു, എന്തുകൊണ്ട് നമുക്കത് സംഭവിക്കുന്നില്ല, എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് കിട്ടുന്നില്ല എന്നൊരു ചോദ്യം വരും. ശാസ്ത്രജ്ഞനും പറയണത് ഇപ്പോൾ എന്താ വെച്ചാൽ, ഇതെല്ലാം ഈ ഫീൽഡിലുണ്ട്, ഈ ഫീൽഡിൻ്റെ നടുക്കാണ് നിങ്ങൾ, ഫീൽഡിനോട് ചേർന്നാണ് നിങ്ങൾ നിൽക്കുന്നത്, ഫീൽഡിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാത്തതെന്നുള്ളൊരു ചോദ്യം വരും. ഒന്ന്, ആധ്യാത്മികതയിലും അത് പറയുന്നുണ്ട്, ശാസ്ത്രത്തിലും ഇന്ന് പറയണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഈശ്വരനെക്കുറിച്ചോ ഈ ബ്രഹ്മാണ്ടത്തെക്കുറിച്ചോ എന്തെങ്കിലും നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ഞാൻ വേറെ, ദൈവം വേറെ, അല്ലെങ്കിൽ ബ്രഹ്മാണ്ടം വേറെ എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് മനസ്സിലാവില്ല. കാരണം നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഇതിൻ്റെ ഭാഗമാണ്, നമ്മൾ ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നൊരു സംഗതിയല്ല, ദൂരത്ത് നിന്ന് ഇതിനെ കാണുകയല്ല ചെയ്യണ്ടേ. നമ്മുടെ ഉള്ളിലും പുറത്തുമൊക്കെ നിൽക്കുന്ന നമ്മൾ പങ്കാളിയായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നതും അതിലെ പ്രവൃത്തികളും പ്രക്രിയകളും. അപ്പം നമ്മൾ ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക, നിരീക്ഷണത്തിൽ മാറ്റം വരും. അത് വളരെ പ്രധാനമാണെന്നാണ് ഇന്ന് സയൻസും ആധ്യാത്മികതയും പറയണത്. ഒരു ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ പ്രശ്നം നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫീൽഡ് എന്ന് പറയണത്, ഈ ക്വാണ്ടം ഫീൽഡ് എന്ന് പറയണത്, അതിനൊരു ഭാഷയെ അറിയുള്ളൂ. അത് വൈബ്രേഷൻ്റെ ഭാഷയാണ്, തരംഗങ്ങളുടെ ഭാഷയാണ്. അപ്പോൾ ആ വൈബ്രേഷൻ്റെ ഭാഷ നമ്മൾ എങ്ങനെയാണ് പറയുക? ഇപ്പോൾ എനിക്ക് ഇന്നത് വേണം, ഈശ്വര എന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ ഈശ്വര എനിക്ക് ഇത് വേണം, അല്ലെങ്കിൽ എന്നെ ധനവാനാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ അപേക്ഷയൊന്നും അവിടെ പോവില്ല. കാരണം ഈ ലാംഗ്വേജ് അതിന് മനസ്സിലാവില്ല, ഈ ഫീൽഡിന് മനസ്സിലാവില്ല, നമ്മുടെ എഫേർട്ടും മനസ്സിലാവില്ല എന്നാണ് പറയുന്നത്. നമ്മൾ എന്തൊക്കെ പരിശ്രമിച്ചാലും ഈ ഭാഷ നമ്മൾ ശരിക്ക് കൺവേ ചെയ്യാതെ അവിടെ ആ മെസ്സേജ് പോവില്ല, ആ സന്ദേശം അവിടെ പോവില്ല. അപ്പോൾ അതിൻ്റെ ഫലം നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൺവേ ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള ഭാഷയിൽ, ഈ ഫീൽഡിന് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ കൺവേ ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ നമുക്ക് ഈ ഫീൽഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇന്ന് ശാസ്ത്രം പറയണത്. ആധ്യാത്മികത എത്രയോ നാൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന്, എനിക്ക് പെട്ടെന്നൊരു ദിവസം തോന്നുകയാണ് ഞാനൊരു കോടീശ്വരനാകണം എന്നുള്ള ചിന്തയാണ്. എന്നിട്ട് നമ്മൾ ഈ ഫീൽഡിലേക്കോ ദൈവത്തിനോടോ പറയാണ്, എന്നെ ഒന്ന് കോടീശ്വരനാക്കണം, എൻ്റെ അപേക്ഷയാണ് എന്നൊക്കെ നമ്മൾ പറയാണ്. പ്രശ്നം എന്താ വെച്ചാൽ, ഈ വൈബ്രേഷൻ പോകുക അങ്ങോട്ട് നമ്മളിങ്ങനെ വിചാരിക്കണ സമയത്ത്.
ഈ വൈബ്രേഷൻ പോണ സമയത്ത് നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള ഒരു സംഗതിയാണ്, കൂടെ വേറൊന്നും പോകും. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സബ് കോൺഷ്യസിൽ നിന്ന്, നമ്മുടെ സംസ്കാരങ്ങളിൽ നിന്നൊരു മെസ്സേജ് പോകും മുകളിലേക്ക്. പറ്റുമോ? ഇത് നടക്കുമോ? ഇതുവരെയ്ക്കും നടന്നിട്ടില്ല. ഇത്രയും നാൾ നമ്മൾ ശ്രമിച്ചു, പലരും ഇതുമാതിരി പ്രാർത്ഥിച്ച പലർക്കും നടന്നിട്ടില്ല. സോ നടക്കുമോ എന്നുള്ളൊരു സംശയം വരുമ്പോൾ ആ തരംഗവും ഇതിൻ്റെ കൂടെ പോകും. അത് മെസ്സേജാണ്. അപ്പം അതിന് നമ്മൾ എന്താ പറയുക, ബോധപൂർവം ചെയ്യുന്ന മെസ്സേജാണോ അല്ലാത്ത മെസ്സേജാണോ, സബ് കോൺഷ്യസിൽ നിന്ന് വരുന്ന മെസ്സേജാണോ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്ന മെസ്സേജാണോ എന്നൊന്നും ഫീൽഡിന് അറിയില്ല. മെസ്സേജ് പോയാൽ മെസ്സേജ് പിക്കപ്പ് ചെയ്യും. അപ്പോൾ ഒരു മെസ്സേജ് പോസിറ്റീവ്, ഉള്ളിൽ നിന്ന് പോകുന്ന വേറൊരു മെസ്സേജ് നെഗറ്റീവ്. ഇത് രണ്ടും കൂടെ രണ്ട് തിരകളും തമ്മിൽ കൂട്ടിയടിക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മെസ്സേജ് ഒന്നും പോയിട്ടുണ്ടാവില്ല മുകളിലേക്ക്, കാര്യങ്ങളോട്ട് നടക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യണ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള മെസ്സേജ് കറക്റ്റായിട്ടുള്ള ഭാവത്തിൽ ഫീലിംഗ് ആയിട്ട് പോകണം. ഫ്രീക്വൻസി, അതായത് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകളുടെ വൈബ്രേഷൻ ആകില്ല, ഫീലിംഗ് ആണ്. നമ്മൾ അതിൻ്റെ പിന്നിലുള്ള ചിന്തയും ഇൻറ്റൻഷൻ ആൻഡ് തോട്ട്, ഇത് രണ്ടാണ് വൈബ്രേഷൻ. അത് അവരെങ്ങനെയാണ് പറയണത്, ശാസ്ത്രത്തിൽ എങ്ങനെയാണ് പറയണമെന്ന് വെച്ചാൽ, ആധ്യാത്മികതയെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ അതിൻ്റെ ഉള്ളിൽ ഭക്തി വേണമെന്ന് പറയില്ലേ മാസ്റ്റർ എപ്പോഴും. ഭക്തി എന്ന് പറയുന്നത് ഇമോഷനാണ്, ആ ഇമോഷൻ എന്ന് പറയുന്നത് വൈബ്രേഷനാണ്. അപ്പോൾ ആ വൈബ്രേഷൻ കറക്റ്റായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് നടക്കുന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഈ സയൻസിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, ചിന്ത എന്ന് പറയണത് ഇലക്ട്രിക് കറണ്ട് മാതിരിയാണ്. ഇറ്റ്സ് എ കറണ്ട് എന്നുള്ള നിലയ്ക്കാണ്, വൈദ്യുതി മാതിരിയാണ് ഈ ചിന്ത എന്ന് പറയുന്ന സംഗതി. ഇമോഷൻ, ഫീലിംഗ്, നമ്മുടെ ഇൻറ്റൻഷൻ, ഉദ്ദേശം എന്നൊക്കെ പറയണത് ലൈക്ക് എ മാഗ്നറ്റിക് കറണ്ട്. ഇത് രണ്ടുമാണത്, ഒന്ന് ഇലക്ട്രിക് കറണ്ട്, ഒന്ന് മാഗ്നറ്റിക് കറണ്ട്. ഈ ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണിത്. അപ്പം അതിലേക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് മെസ്സേജ് പോകണം, എന്നാലേ ആ കണക്ഷൻ കിട്ടുള്ളൂ അവിടെ. അപ്പോൾ ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഘടന എങ്ങനെയാണ്? നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഇലക്ട്രിക് പാർട്ട്, അതിൻ്റെ നമ്മുടെ ഇമോഷൻ, വികാരങ്ങളും നമ്മുടെ ഇൻറ്റൻഷൻസ്, ഉദ്ദേശങ്ങളും അതിൻ്റെ മാഗ്നറ്റിക് പാർട്ട്. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ചിന്തയും അതിൻ്റെ പിന്നിലുള്ള ഫീലിങ്ങും കൂടെ ചേർന്നാൽ ആ വ്യക്തിയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നേച്ചറാണ് എന്നാണ് പറയണത്. ഏതൊരു വ്യക്തി എടുത്തു നോക്കിയാലും വ്യക്തിയുടെ ചിന്ത ഒരു വശത്ത്, ചിന്തയുടെ വികാരങ്ങൾ, ഇത് രണ്ടും കൂടെ ചേർന്നാൽ ആ വ്യക്തിയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നേച്ചർ, ഐഡൻറ്റിറ്റിയാണത്. ഈ ഐഡൻറ്റിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഫീൽഡിലേക്ക് കണക്ട് ചെയ്യണം. എന്ത് കാര്യം നമ്മൾ ജീവിതത്തിൽ ചെയ്താലും, എന്ത് ആവശ്യങ്ങൾ നമ്മൾ ഈശ്വരനോടോ ഫീൽഡിനോടോ അല്ലെങ്കിൽ പ്രകൃതിയോടോ ഒക്കെ റിക്വസ്റ്റ് ചെയ്താലും, അത് പോകുന്നത് മുഴുവൻ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നേച്ചർ നമ്മുടെ വെച്ചിട്ടാണ് പോകുന്നത്. ഈ സിഗ്നേച്ചറാണ് അവിടെ പോയി ചോദ്യം ചോദിക്കുന്നത്, ഇന്നത് വേണം, ഇന്നത് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അത് ചെയ്യണ സമയത്ത് ഈ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നേച്ചറും ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലുള്ള സാധ്യതകളും ഒന്നിച്ചു കഴിഞ്ഞാൽ ആ റിസൾട്ട് നമുക്ക് ഇവിടെ വരുന്നതാണ് പറയുന്നത്. ഇത് രണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആംപ്ലിഫൈ ചെയ്ത് ആ വേവിൻ്റെ ആംപ്ലിഫിക്കേഷനിൽ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നടക്കും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത് നമ്മളാണ്. മാസ്റ്ററുടെ ഡിസൈനിങ് ഡെസ്റ്റിനി എന്ന് മാസ്റ്റർ പറയണില്ലേ, വളരെ വളരെ സത്യമായിട്ടൊരു സംഗതിയാണ്, യാഥാർത്ഥ്യമായിട്ടൊരു കാര്യമാണത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വിധി നിർണ്ണയിക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിഞ്ഞു ചെയ്യണത് നമ്മുടെ ബോധ മനസ്സിൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ എന്താ പറയുക ഇൻസ്പിറേഷൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇന്ന തരത്തിലാകണം, നല്ല ആളാകണം, അല്ലെങ്കിൽ ആധ്യാത്മികതയിൽ ഉയർന്നു വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അത് നമ്മൾ കൊണ്ടുവരും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്താൻ ശ്രമിക്കും ഒരു വശത്ത്. പക്ഷെ അതിൻ്റെ കൂടെ നമ്മുടെ ഉള്ളിലുള്ള സംസ്കാരങ്ങൾ, ഇതുവരെയ്ക്കും നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ, ഇതുവരെ എന്താ പറയുക തെറ്റായിട്ടുള്ള ചിന്തകൾ, ആശങ്കകൾ, നമ്മുടെ സ്ട്രെസ്സ് കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ വേറൊരു വശത്ത് അടിഞ്ഞുകൂടി കിടപ്പുണ്ട് അവിടെ. അതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടെ പോകും. നമ്മുടെ ഒരു വശത്ത് നമ്മൾ ഈ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണതിൻ്റെ കൂടെ തന്നെ ഇത് കൂടെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെന്ന് അവിടെ ചേരുന്ന എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എഫക്റ്റോ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ എഫക്റ്റോ ആണ്, ഒന്നും സംഭവിക്കണില്ല. അപ്പോൾ ഇതെങ്ങനെ ഇതിന് പുറത്ത് കിടക്കാമെന്നുള്ള ഒരു വശത്ത് നമുക്ക് മനസ്സിലായി. നമ്മുടെ വിധി നമ്മൾ എങ്ങനെയാണ് സൃഷ്ടിക്കണം എന്നുള്ളത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലായി. മാസ്റ്റേഴ്സ് ഓൾറെഡി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഓരോ ദിവസവും നമ്മുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് അതനുസരിച്ചാണ് നമ്മൾ സംസ്കാരങ്ങൾ സൃഷ്ടിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, നമ്മൾക്ക് അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ, ഇത് രണ്ടും കൂടെ ചേർന്നാണ് നമ്മുടെ ഉള്ളിൽ ഈ ഇംപ്രഷൻസ് ഉണ്ടാക്കുന്നത്. ആ മുദ്രണങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ചിന്തകളും വികാരങ്ങളും. അതാണ് വൈബ്രേഷൻ നമ്മൾ ഉണ്ടാക്കുന്നത്. ആ വൈബ്രേഷനാണ് മുകളിലേക്ക് അയക്കണത്. ആ മുകളിലേക്ക് ചെല്ലുന്ന ഈ മോഡിൽ എന്ന് പറയണത് ഞാൻ കൈ കാണിക്കണമെന്നുള്ളത് നമ്മുടെ ചുറ്റുള്ളിലുള്ള സംഗതിയല്ലേ. സോ അതിലേക്ക് നമ്മൾ ഈ ഇൻഫർമേഷൻ ഫീഡ് ചെയ്യാണ്, ഈ ബോധം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ സംസ്കാരങ്ങൾക്കനുസരിച്ചുള്ള ഫലമാണ് നമുക്ക് വരില്ല. അതുകൊണ്ടാണ് മാസ്റ്റർ പറഞ്ഞത് നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത് നമ്മുടെ സംസ്കാരങ്ങളാണ്.
അപ്പോൾ ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി ആധ്യാത്മികതയാണ്. അപ്പോൾ സയൻസ് ഒരു വശത്ത് നമുക്കിതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും. ഇതിൻ്റെ എന്താ പറയുക, ഉള്ളിലുള്ള രഹസ്യങ്ങൾ, ഇതെങ്ങനെ സംഭവിക്കണോ, ഈ പ്രക്രിയ എങ്ങനെ നടക്കണോ എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് നമുക്ക് വിവരിച്ചു തരാൻ ശാസ്ത്രത്തിന് സാധിക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെങ്ങനെ അതിൽ നിന്ന് പുറത്തു വരുന്നുള്ളത് നമുക്കറിയണ്ടേ. ഈ കാര്യം ശരിയാണ്, നമ്മുടെ ഉള്ളിലുള്ള തോട്ട്സും സംസ്കാരങ്ങളും നെഗറ്റീവ് തോട്ട്സും ഒക്കെയാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ ആധ്യാത്മികത വന്നേ പറ്റൂ. സ്പിരിച്വൽ പ്രാക്ടീസ് മാത്രമേ അതിന് വഴിയുള്ളൂ. കാരണം ഉള്ളിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേ പറ്റുള്ളൂ, സയൻസ് കൊണ്ട് പറ്റില്ല അത്. അപ്പോൾ ഇത് രണ്ടും രണ്ടും ചേർന്ന് വരുന്ന സമയത്ത് കിട്ടുന്ന ഫലം ഞാൻ പറഞ്ഞത് അതാണ്. ആധ്യാത്മികതയും അതിൻ്റെ കൂടെ ഈ സയൻറ്റിഫിക് നോളജും കൂടെ വരികയാണെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഫലം നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ആധ്യാത്മികതയിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുത്ത് പ്രാക്ടീസിൽ കൊണ്ടുവന്ന് അത് വളരെ ബോധത്തോടുകൂടി, വളരെ എന്താ പറയുക, ഒരു കോൺഫിഡൻസോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ സയൻസും സ്പിരിച്വാലിറ്റിയും കൂടെ ചേർന്നാലുള്ള ഫലം. അപ്പോൾ ഇത് വളരെ 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 നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശാസ്ത്രം പുരോഗമിച്ച് വരുന്തോറും ശാസ്ത്ര സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് അതിന് പ്രയോജനപ്രദമായിരിക്കും. കൂടുതൽ കൂടുതൽ നമുക്ക് ആധ്യാത്മികതയിൽ മുന്നേറാനും പ്രാക്ടീസിൻ്റെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാനും പ്രാക്ടീസിൽ കുറച്ചുകൂടെ തൃപ്തിയോടുകൂടി ചെയ്യാനും നമുക്കൊരു എന്താ പറയുക, ഒരു പ്രചോദനമാകുന്നത് ഈ ശാസ്ത്ര സത്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. ഇത് ശരിയാണെന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൃഷ്ടി എന്ന് പറയുന്നത് ഒരു ലൂപ്പ് മാതിരിയാണ്. എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ഈ സിംഗിൾ പോയിന്റ് സെൻറ്റർ അല്ലെങ്കിൽ സിംഗുലാരിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് നിശ്ചലത്യം എല്ലാം കൂടെ എല്ലാ സാധ്യതകളും എല്ലാ ശക്തികളും എല്ലാ ബോധവും നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണത്. അത് വൈബ്രേഷൻ കൂടെ സൃഷ്ടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ സൃഷ്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു ലൂപ്പുമാരി കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ സംഗതികളും ഈ ഫീൽഡുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതൊരു ലൂപ്പാണ്. ആ ഫീൽഡിൽ കൂടെ ആണ് ഇങ്ങനെ തിരിഞ്ഞാണ് ഇത് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഈ ഫീൽഡിനകത്തേക്ക് നമ്മൾ ഈ ഫീൽഡിലുള്ള ഒറ്റപ്പെട്ട വ്യക്തികളായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. നേരെ മറിച്ച് ഈ ഫീൽഡുമായിട്ട് കണക്റ്റഡ് ആണ് എല്ലാം എന്നുള്ള ധാരണ ഉള്ളിൽ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ആക്ച്വലി ശരിക്കുള്ള സ്നേഹവും സഹോദരഭാവവും ഒക്കെ വരുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്നാണ്, നമ്മളെല്ലാം കണക്റ്റഡ് ആണ് എന്ന് പറയുമ്പോൾ ഈശ്വരനോട് നമ്മൾ കണക്റ്റഡ് ആണ്. അല്ലാണ്ട് ഈശ്വരൻ വേറെ ഞാൻ വേറെ എന്നുള്ളതല്ല, ദൈവം വേറെ ഞാൻ വേറെ എന്നുള്ളതല്ല. ആ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തിൻ്റെ ഈ ശക്തിയുടെ ഒരു ഭാഗമാണ് ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഞാനിതിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയുമ്പോൾ തന്നെ ആ ശക്തിയുടെ ഒരു ഭാഗമാകുകയല്ലേ ചെയ്യണേ. അപ്പോൾ ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭൗതിക മണ്ഡലത്തിലാകട്ടെ ആധ്യാത്മിക മണ്ഡലത്തിലാകട്ടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഉറപ്പും ഒരു ഘടനയും ഒക്കെ വരണമെങ്കിൽ ഈ ഒരു വിശ്വാസം, ഈ ഒരു എന്താ പറയുക, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ഉള്ളിൽ വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദാജി പോലും ഒരു മെസ്സേജിൽ അത് പറഞ്ഞു, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രം ഇന്ന് ശാസ്ത്രജ്ഞൻ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനം കൊണ്ട് മനുഷ്യന് വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ സൈക്കോളജിയിൽ വരുന്ന മാറ്റങ്ങൾ, മനസ്സിൽ വരുന്ന മാറ്റങ്ങൾ, ശരീരഘടനയിൽ വരുന്ന മാറ്റങ്ങൾ, ആരോഗ്യത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ മാസ്റ്റേഴ്സ് നമ്മളോട് പറയുന്നുണ്ട്. ഇതൊക്കെ ഇതിനോട് ബന്ധപ്പെട്ടതാണ്. ഈ ശാസ്ത്രവും ആധ്യാത്മികതയും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു കൊണ്ടുവരുന്നത് മുഴുവൻ. നമുക്ക് ഇത് മുഴുവൻ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട്, ഇത് മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രാക്ടീസൊക്കെ കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് കിട്ടും. അദ്ദേഹം ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് നമുക്ക് എത്താൻ പറ്റും. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതായിരിക്കണം.